ഹായ് ഫ്രണ്ട്സ്, ത്രിൽ സ്പോട്ട് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1929 പുറത്തിറങ്ങിയ ദ ബ്ലാക്ക് മെയിൽ എന്ന സൂപ്പർ ഹിറ്റ് സസ്പെൻസ് സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഹോളിവുഡിലെ സൈക്കോളജിക്കൽ ത്രില്ലറുകളുടെ യഥാർത്ഥ ഉത്ഭവമെന്ന് പലരും കരുതുന്ന 1929 സിനിമയാണ് ബ്ലാക്ക് മെയിൽ. അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു കൊലപാതകത്തിൻ്റെ ത്രസിപ്പിക്കുന്ന അവതരണമായി ഈ ചിത്രത്തിൽ സസ്പെൻസ്, നിശബ്ദത, ഉത്തരവാദിത്തം, വഞ്ചന, സംശയം എന്നിവയെല്ലാം ശക്തമായി ഒത്തുചേരുന്നു. ആൽഫ്രഡ് ഹിച്ച്കോക്ക് സംവിധാനം ചെയ്തത് ബ്രിട്ടനിലെ ആദ്യത്തെ മുഴുവൻ ദൈർഘ്യമുള്ള സംസാര ചിത്രമായിരുന്നു. അതുതന്നെ ഇതിനെ സിനിമയുടെ ചരിത്രപരമായ ഭാഗമാക്കി മാറ്റുന്നു. സ്കോട്ട്ലൻഡ് യാർഡ് ക്രൈം ഹണ്ടർ ആരംഭിക്കുന്നു. ലണ്ടനിലെ സ്കോട്ട്ലൻഡ് യാർഡിലാണ് കഥ ആരംഭിക്കുന്നത്. തെരുവുകളിൽ നിന്നും സൂചനകളും തെളിവുകളും ശേഖരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണത്തിലൂടെ പോലീസ് ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സീൻ സിനിമയുടെ അന്തരീക്ഷത്തെപ്പറ്റി നമുക്ക് സൂചന തരുന്നു. കുറ്റവാളികൾക്ക് ഓടാൻ കഴിയും, പക്ഷേ അവർക്ക് ഒളിക്കാൻ കഴിയുകയില്ല. നമ്മുടെ നായകനായ പോലീസ് ഓഫീസർ ഫ്രാങ്ക് വെബർ ഈ അന്വേഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആലീസും ഫ്രാങ്കും ഒരു സങ്കീർണമായ ബന്ധം. ആലീസ് വൈറ്റുമായി ഫ്രാങ്ക് പ്രണയത്തിലാണ്. അവൾ ഒരു സാധാരണ യുവതി, ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. അവർ ഒരു ഡേറ്റിനു വേണ്ടി ഒരുമിച്ച് പുറത്തു പോകുന്നു, പക്ഷേ തർക്കത്തിൽ അവസാനിക്കുന്നു. ആലീസ് ഫ്രാങ്കിനെ ഉപേക്ഷിച്ച് നിരാശയോടെ പോകുന്നു. ഒരു ചെറിയ വഴക്ക് പോലെ തോന്നുന്നത് താമസിക്കാതെ വളരെ ഇരുണ്ട ഒന്നിൻ്റെ ആരംഭ പോയിന്റായി മാറുന്നു. കലാകാരൻ്റെ ക്ഷണം. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആലീസ് ഒരിക്കൽ തനിക്കറിയാവുന്ന ഒരു കലാകാരനെ കണ്ടുമുട്ടുന്നു. അവൻ അവളെ തൻ്റെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം ആലീസിനോട് അയാൾ വളരെ മാന്യമായി പെരുമാറി. അവൾ സന്തോഷത്തോടെ സംസാരിക്കുകയും അയാൾ വരച്ച പെയിൻറ്റിങ്ങുകൾ നോക്കുകയും ചെയ്തു. എന്നാൽ പതുക്കെ അവൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. കലാകാരൻ അവളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. ആലീസ് നോ പറയുന്നു, എന്നാൽ അവൻ അവഗണിക്കുന്നു. അവൻ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആലീസ് ഒരു കത്തിയെടുത്ത് സ്വയം പ്രതിരോധത്തിനായി കുത്തുന്നു. അവൻ സംഭവസ്ഥലത്ത് തന്നെ മരിക്കുന്നു. എസ്കേപ്പും കവറപ്പും. ആലീസിന് പേടിയായി. പരിഭ്രാന്തിയായി അവൾ സ്റ്റുഡിയോയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൾ ചില തെളിവുകൾ അവശേഷിപ്പിക്കുകയും ചിലത് അറിയാതെ തന്നോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ സ്കോട്ട്ലൻഡ് യാർഡ് കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നു. ഫ്രാങ്ക് കേസിൽ പങ്കുചേരുന്നു. തെളിവുകൾ പരിശോധിക്കുമ്പോൾ അത് ആലീസിൻ്റെ വീട്ടിലേക്ക് നയിക്കുന്നുവെന്ന് ഫ്രാങ്ക് മനസ്സിലാക്കുന്നു. ഫ്രാങ്കിൻ്റെ ആശയക്കുഴപ്പം. ഇപ്പോൾ കഥ മാറുകയാണ്. ഫ്രാങ്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ കാമുകിയായിരിക്കാം കൊലയാളിയെന്ന് കണ്ടെത്തുന്നു. അവൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവളെ സംരക്ഷിക്കണോ, അതോ നീതിയോട് വിശ്വസ്തത പുലർത്തണോ? ഈ ആഭ്യന്തര സംഘർഷം ഫ്രാങ്കിനെ പിളർത്താൻ തുടങ്ങുന്നു. അപ്പോഴാണ് മറ്റൊരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത്. ബ്ലാക്ക് മെയിലർ പ്രത്യക്ഷപ്പെടുന്നു. ഒരു നിഗൂഢ മനുഷ്യൻ ഫ്രാങ്കിനെയും ആലീസിനെയും സമീപിക്കുന്നു. അയാൾ ആദ്യം ഫ്രാങ്കിനെയും ആലീസിനെയും വെവ്വേറെ സമീപിക്കുന്നു. കൊല നടന്ന രാത്രിയിൽ ആലീസിൻ്റെ കലാകാരൻ്റെ ഫ്ലാറ്റിൽ പ്രവേശിക്കുന്നതിന് സാക്ഷിയായ ഒരു ചെറിയ കുറ്റവാളി, ട്രേസി എന്നാണ് അയാളുടെ പേര്. അയാൾ ആദ്യം ഫ്രാങ്കിനെ അനൗദ്യോഗികമായി സന്ദർശിക്കുകയും പൊതുജനങ്ങളെക്കാൾ കൊലപാതകത്തെക്കുറിച്ച് തനിക്ക് കൂടുതൽ അറിയാമെന്ന് തന്ത്രപൂർവ്വം സൂചന നൽകുകയും ചെയ്യുന്നു. പ്രതികരണമൊന്നും ലഭിക്കാത്തപ്പോൾ അവൻ ആലീസിനെ സന്ദർശിക്കുകയും കൂടുതൽ വിശദമായ സൂചനകൾ നൽകുകയും ചെയ്യുന്നു. ഒടുവിൽ ട്രേസി അവരെ രണ്ടുപേരെയും ഒരുമിച്ച് നേരിടുന്നു. അദ്ദേഹം അവരോട് പറയുന്നു, നിങ്ങൾക്കിത് മറച്ചുവെക്കാൻ കഴിയും, പക്ഷേ നിങ്ങൾ എനിക്ക് പണം നൽകിയാൽ മാത്രം മതി. സംശയം ഉന്നയിക്കാൻ മതിയായ സാഹചര്യ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ അത് അധികാരികളുമായി പങ്കിടാൻ അദ്ദേഹം തയ്യാറാണ് താനും. മാനസികമായി തകർന്ന ഫ്രാങ്ക് ഉടൻ തന്നെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ല. ആലീസ് ഭയപ്പെടുന്നുണ്ടെങ്കിലും നിശബ്ദത പാലിക്കുന്നു. ട്രേസി മറഞ്ഞിരിക്കുന്ന ഭീഷണികൾ നൽകാൻ തുടങ്ങുന്നു. ആലീസിന് സമീപം പരസ്യമായി പ്രത്യക്ഷപ്പെടുകയും ഫ്രാങ്കിനെ ആവർത്തിച്ചു വിളിക്കുകയും ഇരുവർക്കും മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിണക്കത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ ഫ്രാങ്കും ആലീസും ആ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ സഹകരിക്കാൻ നിർബന്ധിതരാകുന്നു. അവർ അവരുടെ അടുത്ത നീക്കം പരിഗണിക്കാൻ തുടങ്ങുന്നു. ട്രേസിയെ മറികടക്കണോ, അതോ അപകീർത്തിപ്പെടുത്തണോ, അതോ പരോക്ഷമായി പോലീസിന് കൈമാറണോ എന്ന് ഫ്രാങ്കും ആലീസും ആലോചിക്കുന്നു. അവർ ട്രേസിയെ തുറന്നു കാട്ടാനോ അവനെ അവരുടെ പക്കൽ നിന്നും പുറത്താക്കാനോ ആഗ്രഹിക്കുന്നു. അതേസമയം സ്കോട്ട്ലൻഡ് യാർഡിലെ മറ്റുള്ളവർ ട്രേസിയെ സംശയിക്കുന്നു. അവർ അവനെ പിന്തുടരാൻ തുടങ്ങുന്നു. പിരിമുറുക്കം വർദ്ധിക്കുന്നു. പൊതു ഇടങ്ങളിലൂടെ ഉൾപ്പെടെ പിന്തുടരുകൾ ആരംഭിക്കുകയും ഒടുവിൽ ഫ്രാങ്കിൻ്റെ തന്ത്രവും സസ്പെൻസ് രംഗങ്ങളും. ലണ്ടനിലെ ഏറ്റവും വലുതും നിഗൂഢവുമായ വാസ്തുകലയുള്ളതുമായ സ്ഥാപനങ്ങളിലൊന്നായ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് ട്രേസിയെ അവർ ഓടിച്ചു കയറ്റുന്നു.
നീളമുള്ള ഇടനാഴികൾ, ഉയരമുള്ള കരകൗശല വസ്തുക്കൾ, മങ്ങിയ വെളിച്ചം എന്നിവ അവസാന ഏറ്റുമുട്ടലിനായി ഒരു വേട്ടയാടൽ പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. ഫ്രാങ്കിൻ്റെയും മറ്റുദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള പോലീസ് ട്രേസിയെ സൂക്ഷ്മമായി പിന്തുടരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം മ്യൂസിയത്തിനുള്ളിലെ പുറത്തേക്കുള്ളൊരു ഭിത്തിയിൽ കയറുന്നു. ഇതുകണ്ട് ആശയക്കുഴപ്പത്തിലായതും ഭയപ്പെട്ടതുമായ ഒരു ജനക്കൂട്ടം താഴെ കെട്ടിടത്തിന് പുറത്തുനിന്ന് മുകളിലേക്ക് നോക്കുന്നു. സംഘർഷഭരിതമായ നിമിഷങ്ങൾ. ട്രേസി വഴുതി വീഴുകയും ബാലൻസ് നഷ്ടപ്പെടുകയും വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയും തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് മെയിലറുടെ ഭീഷണി അങ്ങനെ ഇല്ലാതായി. പക്ഷേ അതിൻ്റെ വില എന്താണ്? ആലീസിൻ്റെ കുറ്റസമ്മതം. മ്യൂസിയത്തിലെ കുഴപ്പങ്ങൾ പരിഹരിച്ച ശേഷം ഫ്രാങ്ക് ആലീസിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ആലീസ് കുറ്റബോധത്താൽ തകർന്നിരിക്കുന്നു. ഒടുവിൽ അവൾ സത്യം പറയാൻ തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർ വിശദീകരിക്കുന്നു. ആക്രമണം, സ്വയം പ്രതിരോധം, തുടർന്നുള്ള പരിഭ്രാന്തി എന്നിവയെക്കുറിച്ച് ഫ്രാങ്ക് കേൾക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിയമത്തിൻ്റെ ഭാരം അദ്ദേഹം മനസ്സിലാക്കുന്നു. എന്നാൽ ആലീസിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ധാർമ്മിക സങ്കീർണത അയാൾക്ക് അനുഭവപ്പെടുന്നു. അതിശയകരമെന്ന് പറയട്ടെ, സ്കോട്ട്ലൻഡ് യാർഡ് ആലീസിനെ ഉടൻ അറസ്റ്റ് ചെയ്യുന്നില്ല. അവളുടെ ശിക്ഷയെക്കുറിച്ച് ഒരു കൃത്യമായ അവസാനം ചിത്രം നൽകുന്നില്ല. പകരം അവൾ ചെയ്തതിൽ എന്നേക്കുമായി ഒരു ദുഃഖം നിലനിൽക്കുമെങ്കിലും വൈകാരികമായി സ്വതന്ത്രയായ അവൾ ഫ്രാങ്കിനൊപ്പം പുറത്തിറങ്ങുന്നത് നമ്മൾ കാണും. നിങ്ങളൊരു ത്രില്ലർ മൂവി ഫാനാണെങ്കിൽ ത്രിൽ സ്പോട്ട് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമായ മൂവി അനുഭവങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നു. നന്ദി.